നെറ്റ് മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. വടക്ക് പടിഞ്ഞാറൻ യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ബെൽജിയം. അവിടുത്തെ അഗസ്തീനിയൻ സഭാംഗങ്ങളായ റവറൻഡ് മദർ ഹാരിയറ്റ് നോളെ, മദർ ഗബ്രിയേല, മദർ എലിഷ എന്നീ മിഷണറി സഹോദരിമാർ 1925 പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായി ആരംഭിച്ച സ്കൂളാണ് തിരുവനന്തപുരം വലിയതുറ തോപ്പിൽ സ്ഥിതി ചെയ്യുന്ന സെൻറ് റോക്സ് കോൺവെൻറ്റ് സ്കൂൾ. എന്നാൽ ഇപ്പോൾ ഈ സ്കൂളിന് 100 വർഷം തികഞ്ഞിരിക്കുകയാണെന്നും അതിൻ്റെ ആഘോഷ പരിപാടികൾ 2025 ജൂലൈ 11 നടത്തുകയാണെന്നും സ്കൂൾ മാനേജർ അന്നമ്മ ആൻ്റണി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 100 വർഷം തികയാണ്. സെൻറ്റിനറി സെലിബ്രേഷനാണ് സെയിൻറ് റോസ് കോൺവെൻറ്റ് സ്കൂൾ ഇനാഗുറേഷൻ വെച്ചിരിക്കുന്നത്. നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററായ ശ്രീ വി ശിവൻകുട്ടി സാറാണ്. നമ്മുടെ പിന്നെ ഞങ്ങളുടെ തന്നെ MLA ആയ ശ്രീ ആൻ്റണി രാജു, പിന്നെ ശ്രീമതി TN സീമ, ശ്രീനിവാസ് IAS, വിഷ്ണുരാജ് IAS, പിന്നെ ഞങ്ങളുടെ പാരിഷ് പ്രീസ്റ്റ്, ഞങ്ങളുടെ കൗൺസിലറെ, DO, AEO, ഞങ്ങളുടെ സുപ്പീരിയേഴ്സ്, ഇങ്ങനെ ഞങ്ങൾ പല വിധത്തിലുള്ള പ്രധാനപ്പെട്ട വ്യക്തികളെയൊക്കെ ഇൻവൈറ്റീസായിട്ട് വെച്ചുകൊണ്ട് അന്നൊരു വലിയ ഒരു സംഭവമാണ് നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ സ്കൂളിലെ ഏകദേശം 2000-ൽ പരം കുട്ടികളുണ്ട്. പ്രീ പ്രൈമറി തൊട്ട് ഹൈസ്കൂള്, പിന്നെ ഞങ്ങൾക്ക് TTA ഉണ്ട്. എല്ലാവരും കൂടെ ചേർന്ന് 2000-ൽ പരം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. സ്കൂള് തുടങ്ങുന്നത്, അതായത് ബെൽജിയൻസ് ആണ് ആദ്യം തുടങ്ങുന്നത്. ബെൽജിയൻ മിഷണറി സിസ്റ്റേഴ്സാണ് ഇവിടെ തുടങ്ങുന്നത്. അവരിവിടെ അവർക്കൊരു മഹത്തായ ഒരു പ്രതിജ്ഞയുമായിട്ടാണ് മിഷണറീസ് ഇവിടെ വരുന്നത്. അതായത് മാനവികതയുടെയും വിശ്വാസത്തിൻ്റെയും സേവനത്തിൽ എന്ന മഹത്തായ ഒരു പ്രതിജ്ഞയുമായിട്ടാണ് അവരിവിടെ വരുന്നത്. അങ്ങനെ അവരുടെ ത്യാഗത്തിൻ്റെയും ദർശനത്തിൽ നിന്നുമാണ് നമ്മളിവിടെ സ്കൂൾ യാത്ര ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ അവർ ഇവിടെ വന്നു, 1924 ഇവിടെ വന്നു. അവരപ്പോൾ 1 വർഷക്കാലം ഈ സാമൂഹിക ചുറ്റുപാടെല്ലാം പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ അവർക്ക് മനസ്സിലായി ഇവിടെ ഈ തീരപ്രദേശത്തുള്ള ഈ സമൂഹത്തിന് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ ആണ് ഇവിടെ പള്ളിയോടൊപ്പം പള്ളിക്കൂടവും എന്ന പോലെ കോൺവെൻറ്റിനോടൊപ്പം തന്നെ അവർ ഒരു സ്കൂളും തുടങ്ങി. അങ്ങനെയാണ് നമ്മുടെ സെയിൻറ് റോസ് സ്കൂളിൻ്റെ യാത്ര ആരംഭിക്കുന്നത് തന്നെ. സെൻറ് റോക്സ് കോൺവെൻറ്റ് പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളാണെന്നും സ്കൂളിൻ്റെ പിന്നിലെ കഥയും ഹെഡ്മിസ്ട്രസ് സൂസി തെരേര മാധ്യമങ്ങളോട് പറഞ്ഞു. ഞങ്ങളുടെ സ്കൂള് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കൂളാണ്. ഒരു സ്ത്രീ അഭ്യസ്ത വിദ്യയായാൽ ഒരു കുടുംബവും അതുവഴി ഒരു പ്രദേശം ഒന്നാകെ പുരോഗതിയിലേക്ക് ഉയരും എന്നുള്ള അവരുടെ കാഴ്ചപ്പാട് കാരണമാണ് സ്ത്രീകൾക്ക് വേണ്ടി അവർ വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിച്ചത്. ഞങ്ങൾക്ക് 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിൽ കോ എഡ്യൂക്കേഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ TTAയും ഹൈസ്കൂളും പെൺകുട്ടികൾക്ക് മാത്രമാണ്. ഓപ്ഷൻ ഫോർ ദ പുവർ എന്നുള്ളതാണ് ICM സിസ്റ്റേഴ്സിൻ്റെ മുദ്രാവാക്യം. ശരിക്കും പറഞ്ഞാൽ തീരപ്രദേശത്തെ അവഗണിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തിന് വേണ്ടി കർമ്മനിരതരായിരിക്കുന്ന സിസ്റ്റേഴ്സാണ് ICM സിസ്റ്റേഴ്സ്. അവർ വന്ന കാലം മുതൽ പല പ്രവർത്തനങ്ങൾക്കും അവർ നേതൃത്വം നൽകിയിരുന്നു. അത് ഒന്ന് അക്കമിട്ട് പറയുകയാണെങ്കിൽ ശുചിത്വം, രോഗനിവാരണം, ശിശുപരിപാലനം, അതേക്കുറിച്ച് അമ്മമാർക്കും കുട്ടികൾക്കും ബോധവൽക്കരണം നൽകുക, മത്സ്യവല നിർമ്മിക്കാൻ സ്ത്രീകൾക്ക് പരിശീലനം നൽകുക, ഹോം സയൻസ് ക്ലാസ്സുകൾ നൽകുക, സമ്പാദ്യശീലം വളർത്താനുള്ള പരിശീലനങ്ങൾ നൽകുക തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ അവർ ഏറ്റെടുത്ത് ചെയ്തിരുന്നു. തയ്യൽ, എംബ്രോയിഡറി, ബുക്ക് ബൈൻഡിങ് തുടങ്ങിയ സ്വയം തൊഴിൽ പരിശീലനങ്ങൾ സ്ത്രീകൾക്ക് നൽകിയിരുന്നു. ശരിക്കും പറഞ്ഞാൽ സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപ് ഇവർ സ്കൂൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ നഗരപ്രദേശങ്ങളിൽ സ്കൂൾ ആരംഭിക്കാനുള്ള ക്ഷണം ഉണ്ടായിരുന്നു, വിദ്യാഭ്യാസ അധികാരികളുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ തോപ്പ് എന്ന് പറയുന്ന കടലോര ഗ്രാമത്തിലെ മനുഷ്യരുമായി ഒരു ആത്മബന്ധത്തിലായി കഴിഞ്ഞിരുന്ന സിസ്റ്റേഴ്സ് അതിന് വഴങ്ങിയില്ല. ലാഭേച്ഛയൊന്നുമല്ല അവരുടെ ലക്ഷ്യം, മറിച്ച് ഒരു സമൂഹത്തെ പുരോഗതിയിലേക്ക് ഉയർത്തുക എന്നുള്ളതായിരുന്നു. ആ ലക്ഷ്യത്തോടു കൂടിയാണ് അവർ ആ തോപ്പ് എന്നുള്ള പ്രദേശം തന്നെ തങ്ങളുടെ സേവന മേഖലയായിട്ട് തിരഞ്ഞെടുത്തത്. പിന്നെ സെയിൻറ് റോക്സ് എന്ന പേര് ആ സ്കൂളിന് നൽകാൻ കാരണം ഒരു കാലത്ത് വസൂരിയും കോളറയും ഒക്കെ തീരപ്രദേശങ്ങളിൽ പടർന്നു പിടിക്കുകയും ഒത്തിരി പേര് മരിക്കുകയും ചെയ്തിരുന്നു. ആ ഒരു കാലയളവിൽ ക്രൈസ്തവരുടെ ഒരു വിശ്വാസമായിരുന്നു സെയിൻറ് റോക്ക്,
സെയിൻറ്റ് റോക്കിനോട് പ്രാർത്ഥിച്ചാൽ സാംക്രമിക രോഗങ്ങൾക്ക് ഒരു ശമനം ലഭിക്കുമെന്നുള്ളത്. അതനുസരിച്ച് അവിടെ പ്രാർത്ഥനകൾ സംഘടിപ്പിക്കുകയും ക്രമേണ രോഗത്തിന് ഒരു ശമനം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ജനങ്ങൾ തന്നെ സിസ്റ്റേഴ്സിനോട് ആവശ്യപ്പെടുകയായിരുന്നു ഇവിടെ വരുന്ന സ്ഥാപനത്തിന് സെയിൻറ്റ് റോക്സ് എന്ന് പേര് നൽകണമെന്ന്. അതാണ് ഞങ്ങളുടെ സ്കൂളിൻ്റെ പേരിൻ്റെ പിന്നിലെ കഥ. സ്കൂളിൻ്റെ LPS വിഭാഗത്തിൻ്റെയും ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും ഹെഡ്മിസ്ട്രസ് സിന്ധു ഇന്നസെൻ്റ്, സ്കൂളിൻ്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ ദീപു എന്നിവരാണ് പത്രസമ്മേളനത്തിൽ പങ്കെടുത്തത്. നെറ്റ് മലയാളം ന്യൂസിന് വേണ്ടി ഷാജഹാൻ, തിരുവനന്തപുരം.